So 30 minutes, 8 kilometers, truck മുടിഞ്ചാച്ചാ. ഇവിടെ തീരാണ്. ബിട്ടു the whole time she was with us. ബിട്ടു അങ്കപ്പാറ നീ ഒന്ന് പോവാൻ നോക്കി. നമ്മളിപ്പോ എவ்வளோ കിലോമീറ്റർ വന്നു தெரியுமா? 1.5 இனி எவ்வளோ கிலோமீட்டர் இருக்கு? 4.5 கிலோமீட்டர் மட்டும்தான் இருக்கும். இப்போ 1.5. നമ്മളിപ്പോൾ ബസ് കയറി 9:30 ആയപ്പോഴത്തേക്കും വൈറ്റിൽ നിന്ന് ഡിണ്ടിഗൽക്കുള്ള ബസ് കയറിയത്. എനിക്ക് പാക്കിങ്ങിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനൊന്നും വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ലൈക്ക് ഞാൻ ജിമ്മിൽ നിന്ന് നേരെ ഒന്നും പാക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ വന്നിട്ടാണ് പാക്ക് ചെയ്ത് നേരെ ബസ് കയറിയും വരുക ചെയ്ത്. സോ രാവിലെ 4:30 ഡിണ്ടിഗൽ എത്തേണ്ടതാണ്. ഹോപ്പ്ഫുള്ളി അപ്പോൾ എത്തും. ബസ് വിടുന്ന സമയത്തിൽ ഒരു 5 മിനിറ്റ് മുമ്പ് ബസ് പോയി, അപ്പം സമയത്തുമായിരിക്കും. എനിവേ വിൽ സീ. ഡിണ്ടിഗലിലും ബാക്കി ആൾക്കാർ ഈ ട്രക്കിങ്ങിന് വരുന്ന ബാക്കി ആൾക്കാർ അവിടെ കാണും. സോ വിൽ ബി മീറ്റിംഗ് ദെയർ. അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും കൊടൈക്കനാലിലേക്ക് പോകുന്നത്. ഞാൻ മൈക്ക് യൂസ് ചെയ്തെടുത്തിട്ടില്ല, എന്താണ് ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പം ടൈം 4:22 ആയി. I have arrived at Dindigul bypass bus stand. ഓക്കെ, എല്ലാവരും ബസ് സ്റ്റാൻഡിലാണുള്ളത്. എല്ലാവരും ഇല്ല, ഒരാൾ മാത്രം മെസ്സേജ് അയച്ചിട്ടുള്ളൂ എത്തിയെന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. എന്നിട്ട് നോക്കാം. നമ്മുടെ ട്രക്കിങ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. നമ്മൾ വിചാരിച്ച പോയിന്റ് വരെ വണ്ടി പോയില്ല എന്ന് പറഞ്ഞു. അവിടെ കാറും ജീപ്പൊക്കെ കടത്തി വിടത്തുള്ളൂ. നമ്മളൊരു ഒരു ട്രാവലറിലായിരുന്നു വന്നത്. അപ്പം ഇങ്ങോട്ട് എൻട്രൻസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് വിൽ ഹാവ് ടു വോക്ക്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. Guys, so we are going to Dolphin's Nose. எவ்வளோ கிலோமீட்டர் இருக்கா? 5 kilometers. 5 kilometers? Yeah. Okay, it's 500 meters left. So we have reached the pine forest. I don't. 6 kilometers. We have reached the pine forest. Okay. ഇപ്പൊ പറ. Front camera. We have reached Dolphin's Nose. ഇതാണ് ഡോൾഫിൻസ് നോസ്. അത് നോസ് എന്ന് നിനക്കണേ. സോ വി ഡു നീഡ് സ്പെഷ്യൽ പെർമിഷൻ ടു ട്രക്ക് ഇൻസൈഡ് ദിസ് ഏരിയ ഓഫ് കൊടൈക്കനാൽ. നമ്മൾ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത സ്ഥലത്തുനിന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതാണ് ആ പട്ടിയും. അപ്പം സ്റ്റിൽ ഷീ ഇസ് വിത്ത് us. പറ. ദിസ് പ്ലേസ് ഈസ് ഇൻസെയിൻ. ഓക്കെ, ഇതിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഗ്രീൻ കളറായിട്ടാണ് കാണുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് ദിസ്, പക്ഷെ കുറച്ചുകൂടെ ഡാർക്ക് ഹോറർ ഗ്രീൻ. വരുന്തോറും വഴി ചെറുതായി കൊണ്ടിരിക്കുകയാണ്. അവിടെ ആക്ച്വലി ഒരു വഴിയുണ്ട്, ഇവിടെയുണ്ട്. സ്പ്ലിറ്റ് ആയിക്കാൻ. ഇറ്റ്സ് ലൈക്ക് റോഡ് നോട്ട് ടേക്കൺ ആണോ? അതെ, റോഡ് നോട്ട് ടേക്കൺ. റോബർട്ട് ഫ്രോസ്റ്റ്. ഐ ഡു റിമെമ്പർ. കുതിരക്കാരോട് വഴി ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഓ, അത് താഴത്തേക്കായിരുന്നു. ഇവരോട് വേണം നമുക്ക് വഴി വെച്ചിട്ട് പോകാനായിട്ട്. കുതിരയൊക്കെ യൂട്ടേൺ എടുക്കുന്നുണ്ടോ? ഇത് സ്മൂത്താന്ന് നോക്കൂ. ഭഗവാൻ, എന്ത് വഴി? കീഴയാ? അപ്പം വിട്ടു പോയാച്ച്. ഇടയ്ക്കൊന്ന് വഴി തെറ്റിയോ എന്ന് സംശയം ഇല്ലാതില്ല. ഇപ്പോഴും അറിയത്തില്ല നമുക്ക്. മുകളിൽ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു വില്ലേജ് കാണാൻ പറ്റുമോ, നമുക്ക് അങ്ങോട്ടായിരുന്നു പോകണ്ടേ. പക്ഷെ ഇത് മുകളിൽ കൂടെ വേറൊരു വഴി ആണ് ചെല്ലേണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ വഴി നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കണ്ട വഴിയെ പോവാണ്. മടുത്തൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ട് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മീൻ ഫിസിക്കലി ടയർഡായിട്ടില്ല, മെൻ്റലി ഉള്ളൊരു സ്റ്റാർട്ടിങ്ങിൽ എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു.
പിന്നെ തേനീച്ച കുത്തുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഫോർ ദ ഫ്യൂച്ചർ റെഫറൻസ്, വെയർ ഫുൾ സ്ലീവ് while you're trekking. ചൂട് കാണും, ഒന്ന് ടാൻ അടിക്കത്തില്ല, കാട്ടിലായതുകൊണ്ട് ഭയങ്കര വലിയ വെയിലൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഒന്ന് ടാൻ അടിക്കത്തില്ല. 2, ഇൻസെക്ട്സിൻ്റെ ഡയറക്റ്റ് ഉപദ്രവം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഓൾവേസ് പ്രിഫർ ഫുൾ സ്ലീവ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു എക്സ്ട്രാ സ്ലീവ് ഇട്ടാലും മതി നിങ്ങളിടുന്ന വാട്ട് എവർ ഡ്രസ് യു ആർ വെയറിങ്. വി ഹാവ് റീച്ച് ദ വില്ലേജ്. ഇത് ഒരു കോവിൽ മാതിരി ഇருக்கு, തെറിയില്ല. നമ്മൾ ഫൈനലി ട്രക്ക് ചെയ്ത് ഇവിടെ മൊത്തം ട്രക്ക് ചെയ്ത് എത്തിയ സ്ഥലമാണിത്. ബാക്കിയുള്ള അപ്പുറം കുറച്ചുകൂടെ വരുന്നുണ്ട്. സോ ഐ എം ഗസ്സിങ് ദിസ് ഈസ് ദ വില്ലേജ് വെള്ളഗവി. ഇത് താഴെ. This is Vellagavi village, oldest village in Kodaikanal. ഇവിടെ ചെരുപ്പ് ആരും ഇടാറില്ല, ഇൻക്ലൂഡിങ് കിഡ്സ്. ആരും ചെരുപ്പിടാറില്ല. നമ്മളോട് വന്നപ്പോഴും ചെരുപ്പ് വരാൻ പറഞ്ഞു. ചെരുപ്പിട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഈ വില്ലേജിന് നല്ലതല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ ചാനലൊന്നും വിശ്വാസമില്ല, പക്ഷേ നോട്ട് ടു റെസ്പെക്ട് ദെയർ കസ്റ്റം നമ്മളെല്ലാവരും ബെയർ ഫുട്സിലാണ് ഇപ്പോൾ നടക്കുന്നത്. ലുക്സ് ലൈക്ക് വഴി തീർന്നു പോയി. നമ്മളോട് കറങ്ങി വരാനാണ് പറഞ്ഞത്, പക്ഷേ കാണുന്നില്ല, വഴി കാണുന്നില്ല. ഒരു വഴി കണ്ടുപിടിച്ച് പോകുന്നുണ്ട്. உன் பேர் என்ன? உங்க பேர் என்ன? கல்சிகா. உன் பேர் என்ன? ஸ்ரீதேவியா? ஸ்ரீதேவி இல்ல, சிரிகிரிவேலு. சிரிகிரிவேலா? பாய் 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 பாய். This is the view, மக்களே. This is the view. அங்க பாருடா. നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റില്ല, പക്ഷേ അവിടെ നല്ല വ്യൂ ഉണ്ട്. അവിടെ ഇറ്റ്സ് അമേസിംഗ്. നമ്മുടെ വീടിന്റെ ബാത്റൂമിന്റെ സൈഡ് എന്താണെന്ന് തോന്നുന്നത്. ഇവിടെ നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു വ്യൂ ഇവിടെ കണ്ടത്. Look at that. നമ്മൾ വില്ലേജിൻ്റെ ഏരിയ കഴിഞ്ഞപ്പോഴത്തേക്കും ഷൂസ് വീണ്ടും ഇട്ടു. നമ്മളോട് പാസ് ചെയ്ത് പോന്ന വഴി അമ്പലത്തിൻ്റെ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പം അവിടെ അധികം നേരം എന്നല്ല, നാളെ ഇവിടെ എന്തോ ചടങ്ങ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് സ്ത്രീകളോട് അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പം നമ്മൾ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5:30 ഫെസ്റ്റിവൽ ഇരിക്കുക. ഓക്കെ, മോർണിംഗ് 5:30 ഫെസ്റ്റിവൽ ഇറക്കുക. ക്യാമ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര കഷ്ടിച്ച ഒരാൾക്ക് സൈഡ് തിരിഞ്ഞ് കയറാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ആയിരുന്നു ഇങ്ങോട്ടുള്ളത്. ഇനി ഒരു കിലോമീറ്ററിൽ കൂടുതൽ കാണില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ദിസ് ഈസ് ലൈക്ക് വില്ലേജിൻ്റെ അകത്തുള്ള കാടാണ്. കുറേ വെറൈറ്റി മരങ്ങളൊക്കെയുണ്ട് കണ്ടിട്ടില്ലാത്ത. പിന്നെ ആസ് യൂഷ്വൽ ചെടികൾ. നമ്മൾ ക്യാമ്പ് സൈറ്റിൽ ചെന്ന് ലഞ്ച് കഴിക്കണം. ഇറ്റ്സ് പാസ്റ്റ് ലഞ്ച് ടൈം. എനിക്കിത് വലിയ വിശപ്പൊന്നും തോന്നിയില്ല. ബിട്ടു ഭയങ്കര വ്യൂ പോയിന്റ് കണ്ടുപിടിച്ച് അവിടെ വൈ പിടിച്ച് നിൽക്കുന്ന ഒരു ടീമാണെന്ന് തോന്നുന്നു. അപ്പോൾ ചെന്നിട്ട് ലഞ്ച് കഴിക്കുക. അതുകൊണ്ട് ഞാനിതിൻ്റെ പ്രോട്ടീൻ ബാറും സാഷയും ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ ആവശ്യം ഇതുവരെ വന്നില്ല. ചെന്നിട്ട് ലഞ്ച് കഴിച്ചിട്ട് പിന്നെ മേ ബി. സോ വി ആർ സക്സസ്ഫുള്ളി റീച്ച് ദ ക്യാമ്പ് സൈറ്റ് അറ്റ് 2:30. 2:30 കഴിഞ്ഞു എത്തിയപ്പോഴത്തേക്കും ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. ഐ ജസ്റ്റ് ഷോ യു അറൗണ്ട്. ഇവിടെ ഇങ്ങനൊരു ഏരിയയിൽ 2 ടെൻറ്റ് ഇവിടെ ഉണ്ട്. ആൻഡ് പിന്നെ ഉള്ളത് അവിടെ ഒരു ടെൻ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും അറ്റത്ത് 2 ടെൻ്റ്. മൊത്തം 5 ടെൻ്റാണുള്ളത്. നമ്മൾ 10 പേരുണ്ട്. നൈസ് പ്ലേസ് ആയിരിക്കും ഫുഡ് കഴിക്കുന്നതൊക്കെ. ഇത് ഒന്നും എനിക്കറിയില്ല, മൂടിയിട്ടേക്കുന്നതായിരിക്കും മേ ബി.
അപ്പം ഇവിടെ ഊഞ്ഞാൽ കുടിക്കാനുള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ദിസ് പ്ലേസ് ഈസ് അമേസിങ് ബ്യൂട്ടിഫുൾ. ഞാൻ കുറേ നല്ല ഗാർഡൻ ഉണ്ട് കണ്ടോ, നല്ല ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട്. ആൻഡ് ഷോ യു അറൗണ്ട് മോർ. മഴ ചാറുന്നുണ്ട്. മിസ്റ്റർ ഭഗവാൻ, OG ഭഗവാൻ അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ഇവിടെ ആയിരിക്കും നമ്മൾ ക്യാമ്പ് ഫയർ മഴ പെയ്തില്ലെങ്കിൽ നടത്തുന്നത്. ഓക്കെ ഓക്കെ, മഴ പൊടിയുന്നുണ്ട്. ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. ഹായ് ഗൈസ്. This is Irene, another vlogger. This is ചോള അല്ല? Yeah, this is Irene, bodybuilder. This is ചോള. Physical trainer. പോതുണ്ട്. മൂഞ്ച മറിച്ചിട്ടില്ല, തെളിയില്ല. ഇല്ല മുഞ്ചി കാണാം. This is Irene. 7.8 kilometers. 3.30 hours. 9428. വെറും 3.5 മണി നേരത്തിൽ ഉണ്ടമ്മോ? Yes. ഹായ് ബിട്ടു. ஆ பிட்டு நான் சாப்பிட போறேன், உனக்கு சாப்பிடறதுக்கு இது இங்க எங்க கோயில். നമ്മള് വന്നു. Now we are going to have food and I'm waiting for my മുട്ട പുഴുങ്ങിയത്. So சாப்பிட. ഞാൻ റൈസ് സാമ്പാർ ഇருக்கு. അത് என்ன ரசமா? இது கேபேஜ் கேரட் ഉണ്ട്, പപ്പടം. ഓക്കേ. ഇവിടെ സ്പെഷ്യൽ പെട്ടി ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഐ ഗസ് ദിസ് മുട്ട. ഫൈനലി ഞാൻ ഇരുന്നു ഗൈസ്. ഫുഡ് നമ്മൾ മെഷർ ചെയ്തൊക്കെ ആണ് കഴിച്ചത്. കാരണം നമുക്ക് കാലറി ട്രാക്ക് ചെയ്ത് പോകേണ്ടതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നല്ല വിശപ്പാണ്. കഴിച്ച് തുടങ്ങി കഴിയുമ്പോൾ അതെനിക്ക് വലിയ കുഴപ്പമില്ല. എന്നാലും വയറ് പറഞ്ഞു. എനിക്ക് കാലറി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ കയറാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്യും, എപ്പോൾ ഇൻസ്റ്റാഗ്രാമിലിടും, യൂട്യൂബിലിടും, നോ ഐഡിയ. ഇപ്പം എല്ലാവരും പുറത്ത് നടക്കാനും അതിനൊക്കെ ആയിട്ട് പോയേക്കാം. വലിയ ജാനൊക്കെ ആയിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. വൈകിട്ടോട്ട് എനിക്കൊന്ന് ആക്സസ് ചെയ്യണം. അപ്പം വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് പ്രോട്ടീൻ എടുക്കണം. പിന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് അവിടെ ഇരുന്ന് ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങും. അങ്ങനെ ചീട്ടുകളെയും ഡാൻസുകളെയും എല്ലാം കഴിഞ്ഞ് ഫുഡും അടിച്ച് നമ്മൾ പുതച്ചു മൂടി നന്നായിട്ട് കിടന്നുറങ്ങി. അപ്പം ഗുഡ് നൈറ്റ്, നാളെ കാണാം.